ഹലോ പീപ്പിൾ, ദിപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഡിസംബർ 19 അഥവാ ക്രിസ്മസ് റിലീസ് പ്രമാണിച്ചാണ് റൈഫിൾ ക്ലബ്ബ് എന്നുള്ള സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. സംവിധാനം ചെയ്തിരിക്കുന്ന ആഷിഖ് അബു ആണ്. ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തവർ വേറെ ലെവലും വേറെ ഭാഗ്യവാനെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമയെന്ന് പറയുന്നത് എന്തിനാണ് ഈ സിനിമ മാർക്കോയുടെ കൂടെ ഇറക്കിയെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം മാർക്കോ ഡിസംബർ 20 ഈ സിനിമ ഡിസംബർ 19 അതല്ലാത്ത സിംഗിൾ ഷോട്ടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവലിനോ ഇറക്കിയിരുന്നെങ്കിൽ നല്ല കളക്ഷൻ കറണ്ട് സിനിമയായിരുന്നു. കാരണം കിട്ടില്ല സിനിമേന് റൈഫിൾ ക്ലബ്ബ് എന്നുള്ളത്. ഞാൻ OTT എത്തിയപ്പോഴാണ് ഞാൻ സിനിമ കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്ന് പറയുന്നത് കാരണം വെച്ചാൽ ആഷിഖ് അബു എന്നുള്ള സംവിധായകനാണ്. അദ്ദേഹം ഈ സിനിമ എങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് എനിക്ക് അതിശയപ്പെടുന്നത്. കാരണം അദ്ദേഹം കിട്ടില്ല ഒരു ഡയറക്ടറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഐറ്റമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ കിട്ടില്ല സാധനം. പക്ഷേ ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ആ കാസ്റ്റിങ് നല്ല ഹൈലൈറ്റ് കാസ്റ്റിംഗ് ആണ്, നല്ല പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. അതിൽ ആരെയും വേസ്റ്റ് ആക്കിയിട്ടില്ല. ഇപ്പോൾ വിജയരാഘവൻ ചേട്ടൻ മുതൽ ചെറിയ ക്യാരക്ടർ വരെ നല്ല മാസീവായിട്ടാണ് കാണിച്ചിട്ടുള്ളത് സ്ക്രീൻ പ്ലേയിൽ. അപ്പം ഇനി അടുത്തടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ റക്സ് വിജയൻ്റെ മ്യൂസിക്കൽ വർക്ക് ഗംഭീരമായി ഇതിനുണ്ട്. തീം മ്യൂസിക്കായാലും പാട്ടായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ഹനുമാൻ കൈൻ്റെ ചേട്ടനും, അദ്ദേഹത്തിൻ്റെ പേര് സൂരജ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്വാഗ് ഒരു ലക്ഷ്യമില്ല സിനിമയിൽ വില്ലനായിട്ട് വന്ന. കുറച്ച് നേരെ ഉള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കൽ വർക്കും ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിനിമയുടെ ഒരു പ്ലോട്ടെന്ന് പറയുന്നത് ഇതൊരു വള്ളിക്കഥയാണ്. റൈഫിൾ ക്ലബ്ബിൽ ഒരു നടൻ ഹണ്ടിങ്ങിന് വേണ്ടി പഠിക്കാൻ വരുന്ന അതിനിടയിൽ അവരുടെ കസിൻസ് ഒരു വള്ളിയും കൊണ്ട് റൈഫിൾ ക്ലബ്ബിൽ വരികയും ആ വള്ളിയായിട്ട് നേരിടുന്ന ഒരു കഥയാണ് സിനിമയുടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. രണ്ടുപേരും കൂടെ ഗൺ ഷോട്ടുകൾ വേറെ ലെവലായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതിൽ വല്ല മെഷീൻ ഗണ്ണൊക്കെ വല്ല എടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഷോർട്ട് ഗണ്ണിൻ്റെ കളിയാണ് ഈ സിനിമയെന്ന് പറയുന്നത്. ഞാൻ കണ്ടായിരുന്നു ഷോർട്ട് ഗൺ, അത് വെറൈറ്റി ആയിട്ടാണ് പിടിച്ചിട്ടുള്ളത്. അതൊരു പ്ലസ് പോയിൻ്റാണ്. എല്ലാവരും മെഷീൻ ഗണ്ണൊക്കെ എടുത്ത് എല്ലാവരും തീർക്കുമ്പോൾ ഇവിടെ ഷോർട്ട് ഗണ്ണിൻ്റെ പവർ ഇവിടെ മാക്സ് വരെ യൂസ് ചെയ്യണം. എത്ര ബുള്ളറ്റ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് പരമായ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നെ പിടിച്ചിരുത്തിയൊരു സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് എന്നുള്ള ചിത്രം. ഗംഭീരമായി വന്നിട്ടുണ്ട് സിനിമ. കണ്ടു നോക്കുക. ഇനി ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വഴി കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന്. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല വേറെ ഒരാളുടെ അഭിപ്രായം. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് കണ്ടിട്ട് സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. കാരണം അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. മൈൻഡ് ബ്ലോയിങ് സാധനം. പിന്നെ ഈ സിനിമയിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് നമ്മൾ 2012 പുറത്തിറങ്ങിയ അമൽ ധീരത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബാച്ചുലർ പാർട്ടി എന്നുള്ള സിനിമയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതേപോലത്തെ ഒരു വൈബ് സിനിമയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ലാസ്റ്റ് ആ ക്ലൈമാക്സ് ഫൈറ്റിൽ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതേപോലെയാണ് ഇതിലും ഉള്ളത്. പക്ഷേ ഇതിൽ നല്ല ഇതുകൂടെ വെടി ഷോട്ടുകളെല്ലാം ഗംഭീരമായി കൊണ്ടുവന്നിട്ടുണ്ട്. പൊളി പടം. അത്ര എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.